സൗഭാഗ്യത്തിൻ്റെ വില, അതിൻ്റെ മഹത്വം നമ്മൾ ഓരോരുത്തരും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രത്തോളം മനസ്സിലാക്കിയതിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഒരു ദിവസം നമ്മൾ ജനിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം മരിക്കും. ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഡേറ്റ് ഓഫ് ഡെത്ത് എന്നാണ് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? ആ ഡേറ്റ് ഓഫ് ഡെത്ത് എന്നാണ് നമുക്ക് വ്യക്തമായി അറിയാമെങ്കിൽ നമ്മൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പം ആ മരണം വരുമിനി എന്ന് നിനച്ചിഹ മരുക സതതം നാരായണ ജയ എന്ന് വെച്ചാൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കണമെന്നല്ല അതിനർത്ഥം. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, മനുഷ്യ ജന്മം ലഭിക്കുക എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. സ്വാമിജനം പറഞ്ഞിട്ടുള്ളതാണ് ജന്തുന നരജന്മം ദുർലഭം. ആ ജന്തുക്കളിൽ വെച്ച് 84 ലക്ഷത്തിൽ തരം ജീവജാലങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അതിലും എത്രയോ വലിയ ഭാഗ്യമാണ് ഒരു ഈശ്വര വിശ്വാസിയായി ജീവിക്കാൻ സാധിക്കുക. ഈശ്വര വിശ്വാസി ആകുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ ഈശ്വര വിശ്വാസം ഉള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ സാധിക്കുക എന്നത് മഹാഭാഗ്യമാണ്. അപ്പൊ അതിലൊക്കെ എത്രയോ വലിയ ഭാഗ്യമാണ് ഒരു അവതാരം. സാക്ഷാൽ ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമ്മളുടെ ഇടയിൽ നമ്മളെ പോലെ സംസാരിച്ചും ചിരിച്ചും നടക്കുമ്പോൾ ആ സമയത്ത് ജനിക്കാൻ സാധിക്കുകയും ആ സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഭാഗ്യം. ആ മഹാഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാണോ? ശരിക്കും ബോധമുള്ളവരാണോ ചിന്തിക്കണം. നമ്മൾ വെറുതെ സായി ഭക്തൻ എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആ മഹാഭാഗ്യത്തെക്കുറിച്ച് സ്വയം ബോധമുള്ളവരാണ്. ആ മഹാഭാഗ്യം ഈശ്വരനാണ്. ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമ്മളുടെ കൂടെ പോകുമ്പോൾ ആ സമയത്ത് ജനിക്കാൻ സാധിക്കുക, ആ സമയത്ത് ജനിക്കുകയും അത് അറിയാൻ സാധിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാഭാരതത്തിൽ പറയുന്നത് 5 പേർക്ക് മാത്രമാണ് കൃഷ്ണൻ ഈശ്വര അവതാരമാണ് എന്ന് അറിയാമായിരുന്നുള്ളൂ. നമുക്ക് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് കഴിയുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നാറുണ്ട്. അതിൽ ഈ ഒരു ആൻസർ അവിടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 5 പേർക്ക് മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈശ്വര അവതാരമാണ് എന്ന് അറിയാമായിരുന്നത്. അതിൽ അർജുനൻ ഇല്ല. അപ്പം നമ്മൾ അർജുനനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കാം. അപ്പം സന്ദേഹത്തിൻ്റെയും വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒന്നും ഒരാവശ്യമില്ല. സംശയങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരാം. അത് നേരിട്ട് ഭഗവാനോട് തന്നെ പറഞ്ഞ് അതിന് പരിഹാരം തേടുക. അതിന് ഇൻ്റർമീഡിയറ്റ് വേറെ ആരും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ ആ അവസരം, നമ്മളുടെ ഭാഗ്യം, മഹാഭാഗ്യം, ആ ഭാഗ്യത്തെക്കുറിച്ച് ഓരോ നിമിഷവും നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. ആധ്യാത്മികമായ കാര്യങ്ങളിൽ താല്പര്യം 1000-ൽ ഒരാൾക്ക് മാത്രമേ ഉണ്ടാകൂ. ഭഗവത്ഗീതയിൽ പറയുന്ന 1000-ൽ ഒരാളിന് മാത്രമേ ആധ്യാത്മികമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകൂ. അങ്ങനെ താല്പര്യം ഉണ്ടാകുന്നവരിൽ 1000-ൽ ഒരാളിന് മാത്രമേ അതിൽ സഞ്ചരിക്കാൻ സാധിക്കൂ, അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കൂ. അങ്ങനെ സഞ്ചരിക്കുന്നവരിൽ 1000-ൽ ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഗീതാകാരൻ പറയുന്നത് ശരിയാണെങ്കിൽ ആധ്യാത്മിക സദസ്സുകളിൽ ആളുകളുടെ എണ്ണം കുറയണം. ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സപ്താഹങ്ങളും ഒക്കെ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പത്രങ്ങളിലൊന്നും ഇന്ന് വരുന്ന വാർത്തകളൊന്നും വരാൻ തരമില്ല. ആധ്യാത്മികമായ ഉന്നതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പറയുന്ന സപ്താഹങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് എന്താണോ സപ്താഹം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ തരത്തിലൊരു ആധ്യാത്മികമായ ഉന്നതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പത്രത്തിൽ രാവിലെ എഴുന്നേറ്റ് വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളാണ് മുഴുവൻ. നമുക്ക് രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ പറ്റുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെ വാർത്തകളാണ് വരുന്നത് നാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ ആധ്യാത്മികമായ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മളുടെ കർമ്മഫലം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ചിന്ത വരിക എന്ന് പറയുന്നതും ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ സ്വാമി ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പേരിരിക്കുകയാണ്. ഈ ഇത്രയും പേരിരിക്കുന്നത് സ്വാമിയുടെ സങ്കല്പം കൊണ്ട് മാത്രമാണ്. സ്വാമി സങ്കല്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്കായാലും നിങ്ങൾക്കായാലും ഇവിടെ വന്നിരിക്കാൻ സാധിച്ചത്. സ്വാമിയാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ഫേമസ് സൈക്കാട്രിസ്റ്റ്, അമേരിക്കയിലെ സൈക്കാട്രിസ്റ്റ്
അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊത്ത് ഒരു കടയിൽ പോയിട്ട് കുറേ സാധനങ്ങളും കുറേ ബുക്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഇന്ത്യയിൽ ഞാൻ പോയിരുന്നു, അവിടെ ഭയങ്കരമായ ചൈതന്യമുള്ള ഒരു സ്ഥലമുണ്ട്, പുട്ടപർത്തിയാണ്. ആ സ്ഥലത്ത് ഭഗവാൻ സത്യസായി ബാബ എന്ന് പറയുന്ന ഒരു ദിവ്യനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വല്ലതും അറിയാമോ? നിങ്ങൾ ഡോക്ടർ അതൊക്കെ അറിയണം, നിങ്ങളുടെ കാര്യത്തിലൊക്കെ അത് പ്രയോജനപ്രദമാണ്, അറിയേണ്ടതാണെന്ന് പറഞ്ഞു. ശരി, അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ ഞാൻ അവിടെ റാക്കിൽ കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ പോയി ആ ഡോക്ടർ ചെന്നിട്ട് ഷെൽഫിൽ നിന്ന് അതിലൊരു സ്വാമിയെക്കുറിച്ചുള്ള ഒരു ബുക്ക് എടുത്തു. എനിക്ക് തോന്നുന്നത് സൈക്കാട്രിസ്റ്റ് മീറ്റ് ബാബ എന്ന് പറഞ്ഞൊരു പുസ്തകം കണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പുസ്തകമല്ലേ, അതേതൊരു പുസ്തകം. ആ പുസ്തകം എടുത്തു. ആ പുസ്തകമൊക്കെ എടുത്ത് നോക്കി. എന്നിട്ട് അദ്ദേഹം വാങ്ങിക്കാനുള്ള കൂടയ്ക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു. ആ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. കുറേ പുസ്തകങ്ങൾ എടുത്തു, കുറേ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തോ ഈ പുസ്തകം എല്ലാം കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയെല്ലാം കൂടെ വാങ്ങിച്ച് എല്ലാം എടുത്ത് വെച്ചത്? ഞാൻ പറഞ്ഞാൽ അല്ല, ഞാൻ ആദ്യം കുറേ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കുക, ബാക്കി തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിന്നെ ലാസ്റ്റ് പൈസ കൊടുക്കാൻ സമയത്ത് ഇത് ഓരോന്നായിട്ട് തിരിച്ചു വെക്കാൻ പോകും. അപ്പോൾ തിരിച്ചു വെക്കാൻ പോയ സമയത്ത് ആദ്യം എടുത്തു വെച്ചത് സായി ബാബയുടെ പുസ്തകം എടുത്ത് വേണ്ട തിരിച്ച് ഷെൽഫിലേക്ക് വെക്കുകയും വെച്ചിട്ട് തിങ്ങോട്ട് തിരിയുകയും ആ ഷെൽഫിൽ നിന്ന് അത് ഉരുണ്ട് ഇയാളുടെ തലയിലോട്ട് വീണു. ഈ ഡോക്ടറുടെ തലയിലേക്ക് വന്ന് വീണു. തലയിൽ വന്ന് വീണ് കഴിഞ്ഞപ്പം ഈ ഡോക്ടർ അതിങ്ങനെ എടുത്ത്, അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു അതെന്തോ ഒരു നിമിത്തം പോലെ ഒന്ന് കാരണം ആ പുസ്തകം എടുത്തു. അവിടെ നിന്ന് തുടങ്ങി സ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനായി തീർന്നു. ഇതൊക്കെ ഓരോ നിമിത്തമാണ്. ആ നിമിത്തത്തിലൂടെ നമ്മളെ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരെ ഏതോ ഒരു സന്ദർഭത്തിൽ ഭഗവാൻ കൊളുത്തിട്ട് വലിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്ന നമ്മളെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ചെയ്യണം എന്ന് സ്വാമിക്കറിയാം. നമ്മളുടെ ബുദ്ധിയോ നമ്മുടെ പ്രവർത്തനങ്ങളോ വേണ്ട. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകണം, 100% സ്വാമിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. എന്ത് കാര്യമായാലും നമുക്ക് സ്വാമിക്ക് വിട്ടുകൊടുക്കാൻ. നമ്മുടെ ജീവിതത്തിലെ എന്ത് സംഭവങ്ങളോ എന്ത് പ്രശ്നങ്ങളോ എന്ത് ബുദ്ധിമുട്ടുകളോ ഉണ്ടായാലും അതൊക്കെ എൻ്റെ ഭഗവാന്റെ സങ്കല്പത്താൽ എനിക്കുണ്ടായതാണ്, അല്ലെങ്കിൽ എൻ്റെ കർമ്മഫലം കൊണ്ട് എനിക്കുണ്ടായതാണ്. ആ കർമ്മഫലം സ്വാമി മാറ്റിക്കോളും, അല്ലെങ്കിൽ സ്വാമി അതിനു വേണ്ട പരിഹാരം കാണുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ആ പാദങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിയണം. ആ ഒരു ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വഴിയിൽ ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. കർമ്മഫലം എന്ന് പറയുന്നത് ഉറപ്പാണ്. കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ നന്മയുടെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. യാതൊരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ, യാതൊരു തർക്കവും ആ കാര്യത്തിൽ നമ്മൾ ആരും ചിന്തിക്കരുത്. നമ്മൾ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ആകത്തുകയാണ് ഇന്ന് ഭഗവാനെ കിട്ടിയത്. നാളെ നമുക്ക് എന്ത് കിട്ടും എന്നതിൻ്റെ ഉത്തരവും അതിലുണ്ട്. ഇന്ന് എന്താണോ നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്, നമ്മൾ ഇപ്പം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവുന്ന. സ്വാമി ഉത്തരവാദിയല്ല. സ്വാമി തന്നെ പറഞ്ഞു, നിനക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ 100% ഉത്തരവാദി ഞാനല്ല, നേരെ മറിച്ച് നീ തന്നെയാണ്. നമ്മുടെ ഓരോ ശാസ്ത്രത്തിനും ഓരോ അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഈ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഒക്കെ അതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, ഒരു റബ്ബർ പന്തെടുത്ത് നമ്മൾ ശക്തിയായ ഒരു ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അതേപോലെ തിരിച്ചു വരും. നമ്മൾ ശക്തിയായിട്ട് എറിഞ്ഞാൽ അത് ശക്തിയായി തിരിച്ചു വരും, പെതുക്കി എറിഞ്ഞാൽ പെതുക്കി, എനിവേ ഇത് തിരിച്ചു വരും. എവറിത്തിങ് ഈസ് എ റിയാക്ഷൻ, റിഫ്ലക്ഷൻ ആൻഡ് റിസൗണ്ട് ഓഫ് യുവർ ഓൺ തോട്ട്, അല്ലെങ്കിൽ യുവർ ഓൺ ആക്ഷൻ എന്ന് സ്വാമി നമ്മളോട് പറയും. നമ്മളുടെ തന്നെ ചിന്തകളുടെ പ്രവൃത്തികളുടെയൊക്കെ ഒരു പ്രതിധ്വനിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഞാനൊരാളെ നോവിച്ചാൽ എന്നെ നോവിക്കാൻ, ഞാനൊരാളെ ചതിച്ചാൽ എന്നെ ചതിക്കാൻ, ഞാനൊരാളെ വേദനിപ്പിച്ചാൽ എന്നെ വേദനിപ്പിക്കാൻ സ്വാമി പ്രകൃതി 10 പേരെ സൃഷ്ടിക്കും. നമ്മൾ ഒരാളിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മുടെ നേരെ ചൂണ്ടിയിരിക്കുകയാണെന്ന് നമ്മൾ പോലും അറിയുന്നില്ല, കുറ്റപ്പെടുത്തുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടിയ ഈ മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ട്രാൻസ്ഫോമായി സ്വാമിയിലേക്ക് എത്തുവാനുള്ള അവസരമാണ്. ഇതുപോലെ അവസരം മറ്റാർക്കുമില്ല. ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ച് സമയത്ത് സംഘടന ഉണ്ടാക്കിയതായിട്ട് ഇതുവരെ വേറെ രേഖയൊന്നുമില്ല. മറ്റൊരു അവതാരങ്ങളുടെയും കാലഘട്ടത്തിൽ ഒരു സംഘടന ഉണ്ടായതായിട്ട് രേഖയില്ല. ഈ ഭഗവാൻ നമ്മുടെ കർമ്മഫലത്തെ മുഴുവൻ നമ്മൾ പോലും അറിയാതെ മാറ്റുവാൻ പറ്റും. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു. ഇപ്പോഴ് ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് കുറേ പേരെ വിട്ടയച്ചല്ലോ, നല്ല നടപ്പിന് വിട്ടയച്ചില്ലേ, ജയിലിൽ നിന്ന് വിട്ടയച്ചില്ലേ. അവരെയെല്ലാം ഇത്ര വർഷത്തേക്ക് ശിക്ഷിച്ച് ജയിലിൽ ഇട്ടിരുന്നതാണ്. പക്ഷേ ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് പലരെയും വിട്ടയച്ചു. നമ്മൾ ആ വിഷയത്തിലേക്കല്ല കിടക്കുന്നത്. ഇതേപോലെ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളിനെ പോലും
ആ വധശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യുവാൻ ഹയർ അതോറിറ്റിയുണ്ട്, അവർക്ക് അധികാരമുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട് ദയാഹർജി പരിഗണിച്ച് അവരെ അതിൽ നിന്ന് മോചിതരാക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട പല കാര്യങ്ങളും അത് നമ്മൾ പോലും അറിയാതെ കൊണ്ടുപോകാൻ ഈശ്വരന് സാധിക്കും. ഇത് ഇന്നും മാത്രമുള്ള കാര്യമൊന്നുമല്ല. മഹാവതാരം ബാബാജിയെ കുറിച്ച് കേട്ടില്ലേ? അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും വലിയ സ്ഥലങ്ങളിൽ ഇന്നും സ്വശരീരനായി അദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പരമഹംസ യോഗാനന്ദജിയുടെ ആത്മകഥയ്ക്കകത്ത് പറയുന്നുണ്ട്, ബാബാജി എന്ന മഹാവതാരം, ആധുനിക കാലത്തിന്റെ മഹാവതാരം എന്ന് പറയുന്നതിനകത്ത് പറയുന്ന ഒരു കാര്യം, അതായത് ഒരു ചെറിയ ഇൻസിഡന്റ് മാത്രം ഞാൻ ഈ കർമ്മഫലത്തെക്കുറിച്ച് പറയാം. അവിടുത്തെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം രാത്രിയിൽ ഹോമകുണ്ടത്തിൽ നിന്നൊരു വിറക് കഷ്ണം എടുത്ത് കൂടെ ഇരുന്ന കൂട്ടത്തിലുള്ള ഒരാളിന്റെ കയ്യിലേക്ക് വെച്ചങ്ങ് പൊള്ളിച്ചു, തോളിൽ വെച്ച് പൊള്ളിച്ചു. അത്ര ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്തത് എന്ന് ലാഹരി മഹാശയ എന്ന് പറയുന്ന ആ മഹായോഗി ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഈ സമയം ഇവൻ തീയിൽപ്പെട്ട് ഭസ്മമായി പോകുന്നത് നിനക്ക് കാണണമായിരുന്നോ? ആ ആളിന്റെ കർമ്മഫലം അനുസരിച്ച് ആ സമയം തീപ്പെട്ട് മുഴുവൻ ഭസ്മമായി ദഹിച്ചു പോകേണ്ട ആളായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ ഒരു പ്രവൃത്തി ഈ അവതാരം ആ കർമ്മഫലത്തെ ലഘൂകരിച്ചു കൊടുത്തു. നമ്മളുടെ ജീവിതത്തിലെ ഓരോ കർമ്മഫലങ്ങളെയും ലഘൂകരിച്ചു കൊടുത്തു. ലഘൂകരിച്ചു കൊടുത്തപ്പോൾ ആ ഒരു പൊള്ളലിൽ കൂടെ എരിഞ്ഞു തീരുക എന്ന് പറയുന്ന അതിൽ നിന്ന് മാറി. അടുത്ത വരണമെന്ന് പറയുന്നത് നമുക്ക് പ്രാപ്തി വേണം. ഓരോ കാര്യത്തിനും നമുക്ക് പ്രാപ്തി വേണം. ഈ പറയുന്ന ബാബാജിയുടെ അടുത്ത് തന്നെ ഒരു അപരിചിതനായ വ്യക്തി ആ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞു ചെന്നപ്പം അതിന് ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അവതാരത്തിൽ നിന്ന് ഉപദേശം ലഭിക്കുവാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഇനി എനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ ഈ പർവ്വത ശിഖരത്തിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കും എന്ന് പറഞ്ഞു. ചാടിക്കോളാൻ പറഞ്ഞു. നേരത്തെ ഹരിയുടെ പറഞ്ഞു ഒരു പയ്യൻ മുകളിലേക്ക് കയറി ഇതിന്റെ മേളിൽ ചാടാൻ സാധ്യത പറഞ്ഞപ്പോൾ ഒരു പയ്യൻ ഓടിയെന്ന് പറഞ്ഞതുപോലെ ഇയാള് അന്നേരം ചാടണ്ടെന്നൊന്നും പറഞ്ഞില്ല, അത് എടുത്തൊരു ചാട്ടമാണ്. ആ പർവ്വത ശിഖരത്തിൽ നിന്ന് താഴേക്ക് വീണ് ആ ശരീരം മുഴുവൻ ഛിന്ന ഭിന്നമായി അദ്ദേഹം മരിച്ചു. അപ്പൊ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, പോയി അതെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇതൊക്കെ ഈ നമ്മുടെ ഭാരതത്തിൽ നടന്ന ആത്മീയമായ കാര്യങ്ങളാണ്. നമ്മൾ അറിയണം. നമ്മൾ ഓരോരുത്തരും ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ചെറിയൊരു കാര്യത്തിൽ മാത്രം നമ്മളെ ഒതുക്കരുത്. അപ്പം എടുത്തുകൊണ്ട് വന്ന ശരീരത്തിൽ വെറുതെ ഒന്ന് സ്പർശിച്ചപ്പോഴത്തേക്ക് ആ മരിച്ചുപോയ ആള് ജീവിച്ചു വന്ന് അപ്പൊ പറഞ്ഞു, ഇപ്പോൾ നീ ആ ഒരു ധൈര്യം കാണിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം നേടുവാനുള്ള പ്രാപ്തി നിനക്കായി. ആ പ്രാപ്തി ആകാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ട് ഇത് ഞാൻ ചെയ്യിച്ചത്. അപ്പോൾ അങ്ങനെ ആ കർമ്മഫലം, ഞാൻ ആ കർമ്മഫലത്തെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തതിന്റെ പരിണിതമായ ഫലമാണത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഭഗവത്ഗീതയിൽ കർമ്മയോഗമെന്നും ഭക്തിയോഗമെന്നും ജ്ഞാനയോഗമെന്നും ഒക്കെ പറയുന്നത് പോലെ സത്യസായി സേവാ സംഘടന രൂപീകരിച്ചിട്ട് സ്വാമി 3 വിഭാഗങ്ങളായി മാറ്റി തന്നിട്ടുണ്ട്. അന്നത്തെ പോലെ പറഞ്ഞാൽ വലിയ ശ്ലോകമൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമുക്കൊന്ന് സ്വാമിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സർവീസ് എന്നും എഡ്യൂക്കേഷൻ വിങ് എന്നും സ്പിരിച്വൽ വിങ് എന്നും 3 വിങ് ഉണ്ടാക്കിയിട്ട് ഓരോ വഴിയിലൂടെയും നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ആത്മീയമായ വഴിയിലൂടെ ഭഗവാനിലേക്ക് എത്താൻ സ്വാമി ആഗ്രഹിക്കുന്നു. സ്വാമിയുടെ നേരത്തെ പറഞ്ഞു, സ്വാമിയുടെ ശരീരം ഇന്ന് വളരെ വീക്കാണ്. ഞങ്ങളുടെ ജില്ലയിൽ തന്നെ ഒരു സമിതിയില് ഒരു ദിവസം ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്വാമിയുടെ സിംഹാസനം മാറ്റുകയാണ്. അവിടുത്തെ സിംഹാസനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ സിംഹാസനം മാറ്റുന്നതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അത് വലിയ കസേര, തടി കൊണ്ടുള്ള പൊക്കമൊക്കെ ഉള്ള കസേരയാണ്. അത് മാറ്റിയിട്ട് നല്ല ചെറിയ പൊക്കം പറഞ്ഞ കുഷ്യനൊക്കെ ഉള്ള കസേര വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം? സ്വാമിക്ക് ഇപ്പം തീരെ വയ്യ. അതിനകത്ത് കുറ്റമൊന്നും പറയാനില്ല. ആ ഒരു രീതിയിലാണ് ആൾക്കാരുടെ പോക്ക്. ഈ പ്രകടിതമായ പുറമേ കാണുന്ന കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ലക്ഷ്യമിട്ട് നോട്ടമിട്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അത് ഞാൻ അതിന് മാറ്റി വേറെ അത് പൊട്ടാക്കാക്കി അത് വിട്ടു. അപ്പം ആ ഒരു മാനസികാവസ്ഥയിലാണ് ഭഗവാൻ ഈശ്വരൻ. ആ ശാരീരികമായി ക്ഷീണാവസ്ഥയിലായതുകൊണ്ട് സിംഹാസനം പോലും മാറ്റി കുഷ്യനൊക്കെ ഉള്ള കൊച്ചു പൊക്കം കുറഞ്ഞ ആ സിംഹാസനം വെക്കണം എന്ന മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ ആ ഒരു ചിന്താഗതി. നേരെ മറിച്ച് നമ്മുടെ ഭഗവാൻ, നമ്മുടെ മനസ്സ് എന്താണോ, നേരത്തെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, നീയൊക്കെ നന്നായാൽ ഞാൻ നന്നാവും.
സ്വാമി പറഞ്ഞ ഒറ്റ സിമ്പിളായിട്ട് വേണേ ആ ഭാഷയിൽ അത് പറഞ്ഞാൽ മതി. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. മറ്റൊരാളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ നമ്മൾ ആരും പുറകോട്ടല്ല. മറ്റൊരാളിൻ്റെ സ്വാമി പക്ഷെ പറഞ്ഞിട്ടുണ്ടത്, ഡോണ്ട് ടോക്ക് ഇല്ല ഓഫ് അതേഴ്സ് എസ്പെഷ്യലി ഇൻ ദെയർ അബ്സെൻസ്. നമ്മൾ അതേ ചെയ്യും ഈശ്വര കൃപയാൽ. നേരത്തെ സനാതന സാരഥിയിലെ ഒരു ഇത് കാണിച്ചു ഹരീഷൻ ചോദിച്ചു, ഇത് സനാതന സാരഥി വന്നതാണ്, നമ്മൾ സായി ഭക്തരായതുകൊണ്ട് ഇതൊന്നും വായിച്ചു കാണാൻ സാധ്യതയില്ല. ഇതാണ് പണ്ടൊക്കെ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ സനാതന സാരഥി ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്ന് ആ കിട്ടിയ സമയത്ത് അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മടക്കി വയ്ക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് സമയമില്ല, ആർക്കും സമയമില്ല. പക്ഷെ ഈ സമയം തരുന്നതാരാണ്? ഈ സമയം തരുന്നതാരാണ്? അതിനെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഒറ്റ കാര്യം മാത്രം, നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ സംഘടനയിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നു, എന്തായിരുന്നു, ആരെന്നുള്ള അവിടെ എന്തായിരുന്നു? ആ സംഘടനയുടെ അല്ലെങ്കിൽ സ്വാമിയുടെ ഫോളിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തീരുമാനിക്കണം, ഞാൻ നന്ദിയുള്ളവനാണോ അല്ലയോ. സ്വാമി പറയുന്നുണ്ട്, നന്ദിയുള്ളവരായിരിക്കുക, ഓൾവേസ് ബി, അങ്ങനെ ആയിരിക്കണം, നന്ദി ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ഈശ്വരൻ ചെയ്തു തന്ന, സ്വാമി ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. സ്വാമി അതിന് വളരെ കൃത്യമായി അടുത്ത ഇതിലൊരു കഥ പറയുകയുണ്ടായി. യേശുദേവൻ ഒരു ദിവസം ഇങ്ങനെ തെരുവിലൂടെ നടന്നു പോവാണ്. തെരുവ് നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി ഒരു മദ്യപിച്ച് വഴിയിൽ ഇങ്ങനെ വശം കെട്ട് കിടക്കുന്നു. അപ്പം യേശു അടുത്ത് ചെന്നിരുന്ന് യേശുദേവൻ അദ്ദേഹത്തെ വിളിച്ചു, മോനെ എഴുന്നേക്ക് ചോദിച്ചു. എഴുന്നേറ്റ് കാര്യമൊക്കെ അപ്പോൾ യേശുവിനെ കണ്ടു. ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ കുടിക്കുന്നത്? നീ ഇങ്ങനെ കുടിച്ചിങ്ങനെ നിൻ്റെ ജീവിതം ഇങ്ങനെ കുടിച്ച് കളയേണ്ട കാര്യം എന്താ? അത് പറഞ്ഞു, ഞാനൊരു കുഷ്ഠരോഗിയായിരുന്നു, അങ്ങയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഷ്ഠം മാറി, കുഷ്ഠരോഗത്തിൽ നിന്ന് ഞാൻ മുക്തനായി, പിന്നെ ഇതൊക്കെ അല്ലാതെ പിന്നെ എന്തോന്ന് ചെയ്യാൻ. വളരെ മന്ദസ്മിതത്തോടുകൂടി അദ്ദേഹം അടുത്ത നഗരത്തിലേക്ക് യാത്രയായി. അടുത്ത നഗരത്തിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു ചെറുപ്പക്കാരനായ കക്ഷി, അയാൾ വേറെ സ്ത്രീകളുമൊക്കെ ആയിട്ട് വളരെ കൂത്താടി ബഹളം വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. ആ ഒരു രീതിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് യേശുദേവൻ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വില കുറഞ്ഞ പ്രവർത്തികളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? അവ പറഞ്ഞു, ഞാനൊരു കണ്ണുപൊട്ടനായിരുന്നു, അങ്ങ് എനിക്ക് കാഴ്ച തന്നു, ഇനി ഇതൊക്കെ അല്ലാതെ പിന്നെ എന്തോന്ന് ഞാൻ ചെയ്യാൻ. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പ്രായമായ മനുഷ്യരിരുന്ന് കരയുന്നു. ആ കരഞ്ഞിരിക്കുന്ന അവിടെ ചെന്ന്, എന്തിനാണ് നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? പറഞ്ഞു, ഞാൻ ഏകദേശം മരിച്ചതായിരുന്നു, ഞാൻ ഏതാണ്ട് മരിച്ചു പോയതാണ്, ആ മരണത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുത്തി, പിന്നെ ഇതൊക്കെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളിലും നമ്മൾ മനം നൊന്ത് ഭഗവാനെ വിളിക്കും. ആ വിളി കേൾക്കാതിരിക്കാൻ കരുണാമയനായ ഭഗവാന് സാധ്യമല്ലാതെ കേൾക്കും. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മൾ അതൊക്കെ മറന്ന് വീണ്ടും ഭൗതികതയിലേക്ക് വരുന്നു. ആ ഭൗതികത വേണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യങ്ങളിൽ ഒതുങ്ങാൻ നമ്മളുടെ സീലിംഗ് ഓൺ ഡിസയേഴ്സ്, നമ്മൾ ആഗ്രഹങ്ങൾക്ക് പരിധി വേണം. ആഗ്രഹങ്ങളാണ് നമ്മളിലേക്ക് ചിന്തകൾ വരുന്നത്, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ചിന്ത വരുന്നതും, ആ ചിന്തയെ നിന്ന് കർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ പ്രാധാന്യം, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുക. ഞാൻ എന്തായിരുന്നു സംഘടനയിൽ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സ്വാമിയുടെ ഫോളിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു, അതിൽ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ എന്താ, ഇപ്പം ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ഓക്കെ, നമ്മുടെ എല്ലാം കർമ്മഫലത്തിൻ്റെ നല്ല ഇതെല്ലാം അവിടെ വെച്ച് നമ്മൾ സത്യസായി സേവാ സംഘടനയിൽ വന്നു. സത്യസായി സേവാ സംഘടനയിൽ ഭഗവാന്റെ പടം വെച്ച് വിളക്ക് കത്തിക്കുന്നതുമൊക്കെ പ്രശാന്തി നിലയമാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം പ്രശാന്തി നിലയത്തിൽ ഇരിക്കുകയാണ്. ഈ പ്രശാന്തി നിലയത്തിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത എന്താണ്? നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു? നമ്മൾ ഭഗവാനെക്കുറിച്ച് എത്രത്തോളം കാര്യങ്ങൾ ചിന്തിക്കും? സർവകാലേഷു സർവദാ സർവത്ര ഹരിചിന്തനം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയത്ത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നു? ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. അതിനൊരു കാരണം, മുസ്ലിം ഇതിനകത്ത് ഖുറാനിൽ കാഫിർ എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് പറയുന്നത്. കാഫിർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കാഫിർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടും ആചരിക്കാത്തവൻ എന്നാണ്. അറിഞ്ഞിട്ടും ആചരിക്കാത്തവൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ
മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. ആ അവതരിച്ച സ്വാമിയുടെ സംഘടനയിലെ ഒരു പ്രവർത്തകനായി നമ്മൾ ജീവിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറ്റ് സാധാരണ വ്യക്തികളെ അപേക്ഷിച്ച് എത്രത്തോളം സൂക്ഷ്മമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു വ്യക്തി ഒരു ദിവസം യാത്ര ചെയ്ത് ഇങ്ങനെ സഞ്ചരിച്ചപ്പം ഇരിക്കാനിടയായി. ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായ വിശപ്പ് വന്നപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു വൃക്ഷച്ചവിട്ടിൽ ഇങ്ങനെ വിശ്രമത്തിന് ഇരുന്നാ. അപ്പം ആ ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നത് നല്ല വിശപ്പ്. പെട്ടെന്ന് വിഭവസമൃദ്ധമായ, ഇന്ന് നമ്മൾ കഴിച്ച പോലുള്ളതായിരിക്കും, വിഭവസമൃദ്ധമായ ഭക്ഷണം മുമ്പിൽ വന്നു. ആ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് കോട്ട് വയക്കിയിട്ട് ഇനി ഒന്ന് മയങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നി. അന്നേരം അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ ഒരു കട്ടിൽ കിട്ടിയായിരുന്നു ഇച്ചേരം കിടക്കാനും. പെട്ടെന്ന് ഒരു ചപ്പുറം മഞ്ചക്കട്ടിൽ, നല്ല അടിപൊളി കട്ടിൽ ഒക്കെ അവിടെ വന്നു. ആ കട്ടിലിൽ ഇദ്ദേഹം കയറി കിടന്നു. ഒന്ന് മയങ്ങി വന്നപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്തെങ്ങാണം ഒരു പുലി എങ്ങാണം വന്നാൽ എന്നെ കടിച്ചു കൊല്ലുമല്ലോ എന്ന് മനസ്സിലാഗ്രഹിക്കുകയും കൂടി ആ പുലി ചാടി വീണ് ഇയാളെ കടിച്ചു കീറി കൊല്ലുകയും ചെയ്യും. അപ്പം ആ അദ്ദേഹം ഇരുന്നതിൻ്റെ അടിയിൽ ആ ഇരുന്ന വൃക്ഷം എന്ന് പറയുന്നത് ഒരു കൽപ്പവൃക്ഷമായിരുന്നു. കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. എന്താഗ്രഹിച്ചാലും അതിന്റെ ചുവട്ടിലിരുന്ന് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു തരും. അപ്പം നമ്മളൊരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. ആ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. ആ തന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മളുടെ നന്മയ്ക്കോ തിന്മയ്ക്കോ ആയിക്കോട്ടെ. ഇത് ശ്രീരാമകൃഷ്ണദേവൻ ഈ കഥ പറഞ്ഞതിന്റെ പൊരുളിതാണ്, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, അയാൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് നടത്തിയോ അല്ലെങ്കിൽ ഏതാറ്റിയോ ആ കർമ്മഫലത്തെ അല്ലെങ്കിൽ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കും. സാക്ഷാൽ ഈശ്വര സന്നിധിയിൽ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റിന് എവിടെ പോയി പരിഹാരം ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവിടെ വരുന്ന ഒരാൾക്ക് പോലും മുറിവേൽപ്പിക്കാൻ പാടില്ല. അത് സ്വാമിയോട് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ. നമ്മൾ മറ്റൊരാളിൻ്റെ കാര്യം നോക്കാനല്ല വന്നത്. സത്യസായി സേവാ സംഘടന എന്ന് പറയുന്ന അമേരിക്കൻ സത്യസായി സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു സ്വാമിയുടെ അടുത്ത് ഹിസ്ലോപ്പ് ചോദിച്ച സമയത്ത് ഹിസ്ലോപ്പിനോട് പറഞ്ഞ മറുപടി, സത്യസായി സേവാ ഓർഗനൈസേഷൻ ഈസ് പ്യുവർലി എ സ്പിരിച്വൽ ഓർഗനൈസേഷൻ. ഒരു ആധ്യാത്മിക സംഘടനയാണ്, ഒരു സേവാ സംഘടനയല്ല. സേവാ ഓർഗനൈസേഷൻ പേരുണ്ടെങ്കിലും അത് ബേസിക്കലി ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. ഈ സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത ആധ്യാത്മികമായി പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വരുവാനുള്ള സ്ഥലമാണ്. ആ ആധ്യാത്മികമായ പുരോഗതി ആഗ്രഹിക്കുന്നവരായിരിക്കണം ഇതിൽ മെമ്പേഴ്സായി വരേണ്ടത്. ഇത് സ്വാമി പറയുന്നതാണ്. അപ്പൊ സത്യസായി സേവാ ഓർഗനൈസേഷൻ ഈസ് എ പ്യുവർലി എ സ്പിരിച്വൽ ഓർഗനൈസേഷൻ. കുറേ വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കുറേ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഒരുപാട് പത്രങ്ങളിൽ വാർത്ത വരുന്നു, ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് എഴുതാനുണ്ടാവുന്നു. ഇതൊന്നും അല്ല സ്വാമി നോക്കുന്ന. സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഐ ആം വാച്ചിങ് വിത്ത് thousands of eyes to see a trace of selfless love, selfless action, selfless thoughts. നിന്റെ നിസ്വാർത്ഥമായ ഒരു ചെറിയ കണിക, ഏത് പ്രവൃത്തി ചെയ്താലും ഏതൊരു കാര്യം പറഞ്ഞാലും അതിൽ നിസ്വാർത്ഥതയുടെ ഒരു അംശം കാണാൻ വേണ്ടി ഞാൻ 1000 കണ്ണുകൾ കൊണ്ട് നോക്കിയിരിക്കുകയാണ്. സ്വാമി എല്ലായിടത്തും എല്ലാ സമയത്തും ഉണ്ട്. സ്വാമി ഈസ് ഓംനി പ്രസന്റ്. ഞാൻ കരുനാഗപ്പള്ളി വന്ന സമയത്ത് പറഞ്ഞതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ട്, കാരണം ഇത് എനിക്ക് എന്നെ തന്നെ പറയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനാണ്. സ്വാമിയുടെ ഏറ്റവും അടുത്ത ആളാരാണ്? അനിൽകുമാർ സാറാണ്. അനിൽകുമാർ സാർ ഒരു ദിവസം രാവിലെ ദർശനത്തിന് വന്ന സമയത്ത് കുളിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുളിക്കാതെ വന്ന് ദർശനത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്വാമി ദർശനത്തിന് അടുത്തോട് ഇങ്ങനെ പോയ സമയത്ത് പറഞ്ഞു, ചിലരൊക്കെ രാവിലെ കുളിക്കാതെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അനിൽകുമാർ സാറിന് മനസ്സിലായി അനിൽകുമാർ സാറാണ്. അനിൽകുമാർ സാർ തിരിച്ചു പോയി. ഉച്ചയ്ക്ക് ദർശനത്തിൽ വരുന്നതിന് മുമ്പ് കുളിയെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു രാവിലെ കുളിച്ചതല്ലല്ലോ, അതുകൊണ്ട് ഒന്നുകൂടെ കുളിച്ചേക്കാം. വീണ്ടും കയറി ഒരു കുളിയുടെ ക്ലാസ് ആക്കിയിട്ട് തിരിച്ചു വന്നു. ദർശനത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാമി അടുത്തോട് ഇങ്ങനെ നടന്നു പോയി പറഞ്ഞു, ചിലരൊക്കെ 2 പ്രാവശ്യമാണ് കുളിക്കുന്നത്. അപ്പോൾ അനിൽകുമാർ സാർ തിരിച്ചു ചോദിച്ചൊരു മറുപടി ഉണ്ട്. സ്വാമി യു ആർ ഇൻ ദ ബാത്റൂം ഓൾസോ. അപ്പം സ്വാമിയെ നമ്മൾ എവിടെ മാറ്റി നിർത്താൻ പറ്റുന്നേ? എൻ്റെ ഞാൻ എല്ലായിടത്തും ഈ സെന്റൻസ് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസാണ്. അപ്പം ബോംബെയിലെ ധർമ്മക്ഷേത്രയിൽ നിന്ന് വന്ന നിമേഷ് പാണ്ഡെ എന്ന് പറയുന്ന സ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തന്റെ ഒരു ക്ലാസ് ആലുവ വെച്ച് ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു വാക്കാണ്, ഇന്നും എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടപ്പുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു വാക്കാണ്, ഫോർ അവർ കൺവീനിയൻസ് വി ബിലീവ് ദാറ്റ് ഭഗവാൻ ഈസ് ഇൻ പുട്ടപർത്തി ഒൺലി. നമ്മളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിക്കുന്നു ഭഗവാൻ പുട്ടപർത്തിയിൽ മാത്രമാണ്. ബട്ട് ഭഗവാൻ ഈസ് ഓംനി പ്രസന്റ്, ഓംനീഷ്യന്റ്, ഓംനിപൊട്ടന്റ്.
ഭഗവാൻ സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, സർവാന്തര്യാമിയാണ്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന മഹാഭാഗ്യം നമ്മൾ മറക്കരുത്. ഇതാണ് സത്യം. നമ്മൾ നിസ്സാരമായി സമിതിയിലെ ഒരു പ്രവർത്തനം നടത്തുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ബിന്ദു ചേച്ചിക്കൂടെ പറഞ്ഞില്ലേ, ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വാമി കണ്ടു. സ്വാമിക്ക് അത് കാണാതിരിക്കും. നമ്മൾ ആ പ്രവർത്തനം മാത്രമല്ല സ്വാമി കാണുന്നത്. സ്വാമിയുടെ സ്റ്റുഡന്റ് സ്വാമിയുടെ അടുത്ത് ചോദിച്ചു, സ്വാമി, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ചോദിക്കണം. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങ് ചെയ്തു പോകുന്നു. എന്താണ് സ്വാമി ഇതിന് കാരണം? സ്വാമി പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നു എന്ന സത്യം നീ മറന്നുപോകും. ഇത് നിസ്സാരമാണ്. ഇതൊക്കെ ഞാൻ കാണുന്നു എന്ന സത്യം നീ മറന്നു പോകുന്നു. നേരത്തെ ഹരിയുടെ പറഞ്ഞു, അദ്ദേഹത്തിന് വിനയിച്ചു കൊടുത്ത ഒരു മറുപടി, നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയും വാക്കും പ്രവൃത്തിയും കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾക്ക് മുഴുവൻ ഹാനി സംഭവിക്കുന്നു, അതൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു. അത് മുഴുവൻ ഞാൻ എൻ്റെ ഈ ശരീരത്തിലേക്ക് ആവാഹിച്ച് ഈ ഭൂമിയെ നിലനിർത്തുകയാണ്. അപ്പോൾ നമ്മളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും നല്ലതാക്കിയാൽ ഭഗവാന്റെ ശരീരവും നേരെയാകും എന്നുള്ളതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പറഞ്ഞുതരവല്ലേ അത്. ഈ പ്രാർത്ഥനയോടൊപ്പം അതും വേണം. സ്വാമി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥനയോടൊപ്പം ഈ കാര്യങ്ങളും വേണം. ഈ സേവന പ്രവർത്തനങ്ങളായിരിക്കണം ഏറ്റവും പ്രധാനം. സ്വാമിയുടെ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും ഓരോ സമയത്തും സ്വാമി പ്രഖ്യാപിക്കുന്നത് മുഴുവൻ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊന്നുമല്ല. ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് സ്വാമി പ്രഖ്യാപിച്ചത് എന്താണ്? പ്രധാനമായിട്ട് 3000 കുടുംബങ്ങൾക്ക് ഡെയിലി അന്നദാനം. ശരിയല്ലേ? 3000 കുടുംബങ്ങൾക്ക് സ്വാമിയുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനെ വിട്ട് ഗ്രാമങ്ങളിൽ അയച്ച് അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. സ്വാമി പറഞ്ഞു, ഞാൻ ഈ ഒരു നേരത്തെ വെള്ളം കിട്ടാത്തവന് എന്റെ കുടത്തിൽ ചുമന്നുകൊണ്ട് കൊടുത്ത് വെള്ളം ഇന്ന് ആ സ്വായി ഗംഗ പ്രോജക്റ്റായി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നു. ഒരു ചെറിയ ഹോസ്പിറ്റൽ തുടങ്ങിയത് 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ വളർന്ന് ലോകോത്തരമായി നിൽക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസം LKG മുതൽ അങ്ങ് PG വരെയുള്ളത് മുഴുവൻ സൗജന്യമായി ഇത്രയും ഇന്ത്യയിലെ A++ ഗ്രേഡുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയായി മാറ്റി ഞാൻ കാണിച്ചു തരുന്നു. ഞാൻ ഓരോ നിമിഷവും വികസിക്കുകയാണ്, നിങ്ങൾ ഓരോ നിമിഷവും ചുരുങ്ങുകയാണ്. ഇത് നമ്മളോടാണ് സ്വാമി പറയുന്നത്. ഐ ആം വെയിറ്റിംഗ് ടു സീ എ ഡിവോട്ടി. ഇത്രയും 85ാമത്തെ വയസ്സിലും സ്വാമി പ്രഖ്യാപിച്ചത് എന്താണ്? ഒരു ഭക്തന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ആരും ഭക്തരല്ലെന്നതായി ഉറപ്പല്ലേ? ഞാനൊരു ഭക്തനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കാണാൻ ഞാൻ ഹനുമാന്റെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും സായി ഭക്തൻ എന്ന് അവകാശപ്പെടുമ്പോൾ ആ സായി ഭക്തൻ എന്ന വാക്കിന്റെ മാഹാത്മ്യം എത്രത്തോളം ഉണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു സായി ഭക്തൻ, സ്വാമി പറഞ്ഞു, എൻ്റെ അവതാര സങ്കല്പം സാധ്യമായില്ലെങ്കിൽ പോലും എൻ്റെ ഭക്തനെ ഞാൻ സംരക്ഷിക്കും. എൻ്റെ അവതാര സങ്കല്പം സാധ്യമായില്ലെങ്കിൽ പോലും എൻ്റെ ഭക്തനെ ഞാൻ സംരക്ഷിക്കും. പക്ഷെ ഒരു വലിയ ക്ലോസ് അവിടെ ഇല്ലേ? ഭക്തൻ എന്നതിൻ്റെ നിർവചനം എന്താണ്? ഞാനൊരു സായി ഭക്തനാണെന്നുള്ളത് എൻ്റെ മോതിരത്തിൽ സ്വാമിയുടെ പടം വെച്ചാൽ ഞാൻ സായി ഭക്തനാകുമോ? ഞാൻ എൻ്റെ മാലയുടെ ലോക്കത്തിൽ സ്വാമിയുടെ ഒരു വലിയ പടം ഇട്ടാൽ ഞാൻ ഭക്തനാകുമോ? എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ സ്വാമിയുടെ ഒരു പടം ഒട്ടിച്ചാൽ ഞാൻ ഭക്തനാകുമോ? നമ്മൾ ചിന്തിക്കണം, ഇരുന്ന് ചിന്തിക്കണം. വി ഷുഡ് ഇവാലുവേറ്റ് അവർസെൽസ്. ഇതിൽ വലിയൊരു മഹാഭാഗ്യം എന്താണ്? ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവിതം പൊലിഞ്ഞു പോകാം. ആ പൊലിഞ്ഞു പോകുന്നതിന് മുമ്പ് ഭഗവാനിൽ എത്തുവാനുള്ള പൂർണ്ണമായ ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണ്ടേ? നമ്മൾ ഓരോ നിമിഷവും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റഡ് അവയർനെസ്. സ്വാമി ഈശ്വരനാണ്. സ്വാമി ഈ അടുത്ത കാലത്ത് പറഞ്ഞു, സായിബാബ ഈശ്വരനാണെന്നുള്ള മന്ത്രമെന്നോ അല്ലെ ഓം ശ്രീ സായിരാം എന്നുള്ള മന്ത്രത്തെക്കാളൊക്കെ വലിയൊരു മന്ത്രമുണ്ട്, ഈശ്വരൻ ഉണ്ട്. നമ്മൾ അത്രയെങ്കിലും ഉള്ള ഒരു ചിന്താഗതിയിലേക്ക് വളരണം. ഈശ്വരൻ ഉണ്ട്, ഭഗവാൻ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ബിലായിലുള്ള ഒരാളുടെ അടുത്ത് സ്വാമി ഇന്റർവ്യൂവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് ദർശനത്തിനിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. പെട്ടെന്ന് അങ്ങോട്ട് പുള്ളിയുടെ നേരെ തിരിഞ്ഞിട്ട് സ്വാമി പറഞ്ഞു, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് യു ആർ ടോക്കിംഗ് ടു ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചനാഥനോടാണ് നീ സംസാരിക്കുന്നതെന്ന് നീ മറന്നു പോകരുത്. ഞാനിവിടെ നിന്ന് ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഭഗവാന്റെ കാര്യം പറയുവാനുള്ള അർഹത 1 ഇഞ്ച് പോലും ഇല്ലാത്ത ഞാൻ സംസാരിക്കുമ്പോൾ ഓർക്കണം, ഭഗവാന്റെ കാര്യമാണ്, ഈശ്വരന്റെ കാര്യമാണ്. ആ ഈശ്വര കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, ആ ഈശ്വരന്റെ കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പ്യുവറായിരിക്കണം. സ്വാമി പറഞ്ഞു, എന്താ പറഞ്ഞത്? മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ചെറുപ്പകാലം മുതൽ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് ഇന്നും നമുക്ക് മാതൃക കാണിച്ചു തരും. ഓരോ കാര്യങ്ങൾ ചെയ്ത് മാതൃക കാണിച്ചു. ഇത് കണ്ട് നീ ജീവിക്കൂ. ഇപ്പൊ സ്വാമി പറയുന്നത് എന്താണ്? യുവർ ലൈഫ് ഈസ് മൈ മെസ്സേജ്.
നിന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതിന് നമ്മൾ എത്ര പേർ പ്രാപ്തരാണ്? നമ്മൾ സ്വയം ചിന്തിച്ചാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട അവൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പ്രാപ്തനല്ല, സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രാപ്തനല്ല എന്ന് നമ്മൾ പറയണ്ടേ. നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ ചങ്ങനാശ്ശേരിക്കാരി ഒരു ചേച്ചി ദർശനത്തിന് അവിടെ ഇരിക്കുന്ന സമയത്ത് സ്വാമി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രാവിലെ അന്നൊക്കെ വെളുപ്പിനെ പോയി ദർശനത്തിനിരിക്കണം. ആ ക്യൂവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ തൊട്ടടുത്ത് തന്നെ ഒരു സ്ത്രീ വന്നിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുഖത്തൊക്കെ പൗഡറൊക്കെ ഇട്ട് ചുമന്ന പൗഡറും വെള്ള പൗഡറൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ ഒരുങ്ങി ഇങ്ങനെ വന്നിരുന്നപ്പം ഈ ചേച്ചി അടുത്ത് നിന്നോട് ചോദിച്ചു, ഇവർ ഈ സ്വാമി ഈശ്വരനെ കാണാൻ ഇത്രയൊക്കെ ഒരുങ്ങി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അവരിങ്ങനെ ഒരുങ്ങി എത്ര സമയം എടുത്തായിരിക്കും ഒരുങ്ങിയത് എന്നൊക്കെ മനസ്സിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ ദർശനം കഴിഞ്ഞു. പിറ്റേ ദിവസവും ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് തന്നെ അവരും വന്നിരുന്നു, തൊട്ടടുത്ത് തന്നെ ഈ സ്ത്രീ. അപ്പോൾ ഈ ചേച്ചി മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, എൻ്റെ ഭഗവാനെ, ഇവർ ദിവസവും ചെയ്ത പരിപാടി, എത്ര സമയം എടുത്തായിരിക്കും ഇവർ ഇത് ഒരുങ്ങുന്നത്? ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി ദർശനത്തിന് ഇങ്ങനെ നടന്നുപോയി. ദർശനം നടന്നു വന്നിട്ട് സ്വാമി അങ്ങോട്ട് പെട്ടെന്ന് തിരിഞ്ഞു പറഞ്ഞു, ഡോണ്ട് ബോദർ അബൌട്ട് അതേഴ്സ് ഹെയർ സ്റ്റൈൽ. മറ്റൊരാളിൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് നീ ചിന്തിക്കണം. ഇത് ആ ഒരു ലൈനിൽ എല്ലാം ഉണ്ട്. ലവ് ഓൾ സെർവ് ഓൾ എന്നൊരൊറ്റ വാക്കിലാണ് ഐസക് ടിഗ്രറ്റ് എന്ന് പറയുന്ന കോടീശ്വരൻ അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ കൊണ്ട് സമർപ്പിച്ചു. ഒറ്റ വാക്ക്, ലവ് ഓൾ സെർവ് ഓൾ. എവിടെയോ ഒരു യാത്ര പോയപ്പോൾ വഴി കണ്ടതാണ്. അതിൽ അദ്ദേഹത്തെ കൊളുത്താനുള്ള ചൂണ്ടയുണ്ടായിരുന്നു. ഇത്ര. അപ്പം ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡോണ്ട് ബോദർ അബൌട്ട് അതേഴ്സ്. നമ്മളെ പ്യൂരിഫൈ ചെയ്യുക. ദിസ് ഈസ് ദ വേൾഡ് ഓഫ് IT. ദിസ് ഈസ് ദ യുഗ ഓഫ് IT. ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ നേരത്തെ ബിന്ദുചേച്ചി പറഞ്ഞു, എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കണോ ആ ഭാഗങ്ങളെല്ലാം ധാർമ്മികമായി ചെയ്തു തീർക്കാനുള്ള കടമയുണ്ടാകും. നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. എൻ്റെ ജീവിതമാണ് നിന്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഈ അടുത്ത കാലത്ത് കോട്ടാത്തലയിൽ ഒരു പ്രഭാഷണത്തിന് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടത്. പിന്നെ ഓഡിയത്തിൽ പ്രസംഗിക്കുമ്പോൾ വിറയ്ക്കാതിരിക്കാൻ പിടിച്ച ഇവിടെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടി അനുഭവിക്കുന്നുണ്ട്. ഒരു സാധനമുണ്ടല്ലോ, അതെൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ ധാർമ്മികമായ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായ ജീവിതം. അല്ലാതെ ഞാനിപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി തൊട്ടടുത്ത ബാറിലോട്ടാണ് കയറുന്നെങ്കിലോ? അപ്പോൾ എൻ്റെ ധാർമ്മികത എവിടെ പോയി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എവിടെ പോയി? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായി അനുഭവിച്ച് പ്രവർത്തിക്കി കൊണ്ടതിന് ശേഷം വേണം നമ്മൾ മറ്റൊരാളോട് പറയാൻ. സത്യസായി സേവാ സംഘടനയുടെ ജോലി പറയുകയാണ് മറ്റുള്ളവരോട്, ജനങ്ങളോട്. അതാണ് ഞാൻ പറഞ്ഞത്, 100% ആധ്യാത്മികമായ താല്പര്യമുള്ളവർ മാത്രമാണ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. എന്നിട്ടോ 4 സുഹൃത്തുക്കളുടെ ഒരു കഥയുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കഥയാണ്, അതുകൂടെ പറയാം. 4 സുഹൃത്തുക്കൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോവാണ്. 4 കൂട്ടുകാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മതിൽ കെട്ടിയ ഒരു സ്ഥലം. അതിനപ്പുറത്ത് ഭയങ്കരമായ സന്തോഷം, ഭയങ്കരമായ ആഘോഷം നടക്കും. അപ്പോൾ ആ ഭയങ്കര ആഘോഷം നടക്കുന്നത് ഒരു ശബ്ദം കേട്ടുകൊണ്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഒരു വലിയ ഏണി സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ആ മതിലിൻ്റെ മേളിൽ വെച്ചു. ഒന്നാമത്തെ ആൾ കയറി ആ മേളിൽ അറ്റത്തിന്ന് അങ്ങോട്ട് എത്തി നോക്കിയിട്ട് ഹായ് എന്നുകൊണ്ട് എടുത്ത് അങ്ങോട്ടങ്ങ് ചാടി. അപ്പൊ ഇവിടെ നിന്ന 3 പേർക്ക് ആകാംക്ഷയായി, എന്തോ അവൻ പോയിട്ട് എന്തോ എന്ന് പറഞ്ഞൊന്നുമില്ല. രണ്ടാമത്തെ ആളും കയറി ഏറ്റവും വെളിച്ചതിന് ശേഷം അങ്ങോട്ട് എത്തി നോക്കി ഹായ് എന്നുള്ള അയാളും ചാടി. അവസാനം മൂന്നാമത്തെ ആൾ കയറി മേളിലെത്തിയിട്ട് പുള്ളി അങ്ങോട്ട് നോക്കിയിട്ട് ഹായ് എന്നുകൊണ്ട് എടുത്ത് ചാടി. അപ്പൊ 4മത്തെ ആൾ ഇവിടെ നിൽക്കുക, അയാളും അയാൾ ആ സ്റ്റെപ്പ് കയറി മേളിലെത്തിയിട്ട് അങ്ങോട്ട് എത്തി നോക്കിയപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി എന്ത് ചെയ്തു? ചാടിയില്ല. പുള്ളി പതുക്കെ ആദ്യം താഴോട്ട് ഇറങ്ങി വന്നിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചു. അവിടെ പുള്ളിയെ കൊണ്ടാവുന്ന ആൾക്കാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഭയങ്കര സന്തോഷമുള്ള സ്ഥലമാണ്, നിങ്ങൾ അവിടേക്ക് പോകും, നിങ്ങൾക്ക് ആനന്ദം ലഭിക്കും. ഇതാണ് സത്യസായി സേവാ സംഘടനയിലെ ഓരോ പ്രവർത്തകന്റെയും ഉത്തരവാദിത്വം. 4മത്തെ കൂട്ടുകാരൻ്റെതാണ്. കാര്യം എന്താ? നമ്മൾ ആനന്ദം ശരിക്കും അനുഭവിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാളും ആ ആനന്ദത്തിലേക്ക് വരുവാൻ നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ പറയുകയും വേണം. നമുക്ക് ഈശ്വരനെ ലഭിച്ചു, നമുക്ക് ഭഗവാനെ ലഭിച്ചു, നമ്മുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് കർമ്മഫലം കൊണ്ട് ഭഗവാനെ ലഭിച്ച് അത് അറിയണമെങ്കിൽ നിസ്വാർത്ഥമായി സ്വാമി പറയുന്ന തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലേ ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ആ ആനന്ദം അനുഭവിച്ച ഒരാളിന് മാത്രമേ ആ ആനന്ദം ഇന്നതാണ് എന്ന് മറ്റൊരാളിനോട് പറയാനും നിങ്ങൾ ആ വഴിയിലേക്ക് വരൂ എന്ന് ധൈര്യമായിട്ട് പറയാനും പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് സ്വാമി പറയുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം.
സ്വാമി പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പകർത്തണം. സ്വാമി ഈ അടുത്ത പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു ഗെറ്റ് സായിയെ ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ആ എളുപ്പമുള്ള സംഗതി അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ജാഗരൂകരായിരിക്കണം. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും സദാ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ എന്ന സത്യം മനസ്സിലാക്കണം. അത് സത്യം ആണെന്ന് അറിയുക എന്നുള്ളതല്ല, അതാണ് സത്യമെന്ന് നമ്മൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. ഈ കിട്ടിയ മഹാഭാഗ്യം നമ്മളായിട്ട് ഇല്ലാതാക്കി. സ്വാമി നമ്മൾ ആ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമൊന്നുമല്ല. സ്വാമിയുടെ വളരെ 10-40 പേര് മാത്രം സ്വാമിയുടെ അടുത്ത് ദർശനത്തിന് ചെന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യക്തി സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി ഒരാൾ കൂട്ടുകാർ നിർബന്ധിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്ന് അന്നൊക്കെ സ്വാമിയെ ഒരു മാലയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. മാല ഇടാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ മാല ഇട്ടാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ലൈനായിട്ട് നിന്ന് ഈ ആൾ മാല ഇടാൻ, അപ്പം ഒരു മനുഷ്യനെയൊക്കെ മാലയിട്ട് ഈശ്വരനായിട്ട് ആരാധിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ സ്വാമിയുടെ അടുത്ത് ചെന്നപ്പോൾ സ്വാമി പറഞ്ഞു മാല ഇടണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിന് ആകപ്പാടെ വിഷമമായി, മാറി നിന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആകപ്പാടെ വിഷമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇനി വിളിച്ചിട്ട് പറഞ്ഞ സെൻറ്റൻസ് നമ്മൾ ഇനി ഓർക്കണം. സ്വാമി പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇവിടെ മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയും. മുഴുവൻ 10,000-കണക്കിന് ആൾക്കാർ വന്ന് നിറയും. 1000-കണക്കിന് ആൾക്കാർ വന്ന് ഇവിടെ മുഴുവൻ നിറയും. അവസാനം എല്ലാവരും തെറിച്ചു പോകും. ഏറ്റവും അവസാനം എൻ്റെ ഈ കയ്യിൽ ഒതുങ്ങുന്നവർ മാത്രം അവശേഷിക്കും. ആ കയ്യിൽ ഒതുങ്ങുന്നവരുടെ പട്ടികയിൽ പെടുവാൻ നമ്മൾ ഓരോരുത്തരും എപ്പോഴും ശ്രദ്ധയോടെയിരിക്കണം. കാരണം നമ്മൾ ചെയ്തു കൂട്ടിയ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമായി നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റി. ഭഗവാനെ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇന്നിവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ഈ പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം പ്യൂരിഫൈ ആകുവാനുള്ള സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഏതാണോ അവരവർക്ക് ഇഷ്ടമുള്ള വഴി, ആ വഴിയിലൂടെ അവരവരെ പ്യൂരിഫൈ ചെയ്യാനാണ് എഡ്യൂക്കേഷൻ വിങ്ങും സർവീസ് വിങ്ങും സ്പിരിച്വൽ വിങ്ങും സ്വാമി സ്ഥാപിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഓരോന്നും സ്വാമി പറയും, നീ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ. 2003 തോന്നുന്നു ഞങ്ങൾ യൂത്ത് ക്യാമ്പിന് വൈറ്റ്ഫീൽഡിൽ പോയ സമയത്ത് സ്വാമി മേശപ്പുറത്ത് ഇങ്ങനെ 3 പ്രാവശ്യം ഇടിച്ചിടിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇപ്പോഴും ചെവിയിൽ മുഴങ്ങും. എന്താ പറഞ്ഞതെന്നറിയാമോ? നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട. ഇതെന്നാ പറഞ്ഞു അല്ലേ? നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട, ഞാൻ പറയുന്നത് പോലെ നിന്റെ ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിക്ക്, നിനക്ക് ഞാൻ അവിടെ ദർശനം തരാം. ഇതാ സ്വാമി പറഞ്ഞത്. പക്ഷെ അവിടെ നമ്മൾ അങ്ങനെ സ്വാമി പറഞ്ഞിട്ട് ഇനി ഞാൻ പോകുന്നില്ല എന്ന് അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ സ്വാമി പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ഗ്രാമത്തിൽ പോയി പ്രവർത്തിക്കണം. എങ്ങനെ ഗ്രാമത്തിൽ പോയി പ്രവർത്തിക്കണം? ഗ്രാമത്തിൽ പോയി മറ്റുള്ളവരെ സഹായിക്കണം. അങ്ങനെയാണോ സ്വാമി പറഞ്ഞത്? ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, സ്വാമി നമുക്ക് പാവപ്പെട്ട കുറേ ആൾക്കാരെ സഹായിക്കാം. സ്വാമി ദേഷ്യപ്പെട്ടു. എന്ന് പറഞ്ഞു, സഹായിക്കാൻ നീ ആരാണ്? സഹായിക്കുന്നത് എപ്പോഴും വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരെയാണ് അല്ലേ? അതേസമയം സേവനം ചെയ്യണം. സേവിക്കുന്നത് എപ്പോഴും നമ്മൾ അവരെക്കാൾ, ഇപ്പോൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ വലയുന്ന ഒരു വ്യക്തിക്ക് ആഹാരം കൊടുക്കുമ്പോൾ ആ ആളിന് ആഹാരം ഞാൻ കൊടുക്കുന്നത് ഈശ്വരനാണ് കൊടുക്കുന്നത്, ഭഗവാനാണ് കൊടുക്കുന്നത് എന്ന് ഉള്ള ഭാവത്തിൽ നമ്മൾ ചെയ്യണം. അപ്പോഴേ അത് സേവനമാകൂ. സേവനം സ്വാമി പറഞ്ഞിട്ടുണ്ടോ, എന്താണ് ഏത് പ്രവൃത്തിയും സേവനമാകുന്നത് എപ്പോഴാണ്? അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളിൽ മാറ്റമുണ്ടാകുന്നെങ്കിൽ മാത്രമാണ് അത് സേവനം. സാർ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, സ്വാമി പറഞ്ഞ കാര്യമാണ് സോഷ്യൽ വർക്കിനെ കുറിച്ച്. നമ്മളെല്ലാം സോഷ്യൽ വർക്കാണ്. മറ്റുള്ളവരെ കാണിക്കാൻ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത്. ഒരു ചെറിയ കാര്യം പോലും അങ്ങനെയല്ല ചെയ്യേണ്ടത്, സോഷ്യൽ വർക്കായിട്ട് തന്നെ ചെയ്യണം. ഒരിക്കലും സോഷ്യൽ വർക്കല്ല, കാണിക്കാനുള്ള പ്രവർത്തനമല്ല. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. ഹരിഹരത്യം പറഞ്ഞോന്ന് എനിക്കറിയില്ല. പണ്ട് സ്വാമി എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാം. കഴിഞ്ഞ അന്ന് സ്റ്റേറ്റ് യൂത്ത് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഗോപൻ എന്ന് പറയും. അന്ന് ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ടിലിരിക്കുക. അപ്പോൾ സ്വാമി നടന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് മലപ്പുറത്തുള്ള ഒരു യൂത്ത് കോർഡിനേറ്ററാണ് അന്നത്തെ, അനൂപ് എന്നാ പേര്. അനൂപ് തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പോൾ അനൂപിൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണക്കുറി കയ്യിലുണ്ട്. അപ്പോൾ കല്യാണക്കുറി കൈ വെച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ സ്വാമി ഇങ്ങനെ അടുത്തൊന്ന് ചോദിച്ചു, വാങ്ങിച്ചു. ആ കല്യാണക്കുറി കൊടുത്തു. സ്വാമി കല്യാണക്കുറിയൊക്കെ ഞാൻ തുറന്നു നോക്കിയിട്ട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? അപ്പോൾ അനൂപ് പറഞ്ഞു, അനൂപ് സ്വാമി എന്ന് പറഞ്ഞു. വാട്ട് ആർ യു ഡൂയിങ്? ടീച്ചർ സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടീച്ചറായി എന്നെ കൂടെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് അത് ചോദിക്കുന്നതെന്ന് ഓർത്തോണം. ടീച്ചർ സ്വാമി എന്ന് പറഞ്ഞു. അപ്പം ഹൗ മെനി ടൈപ്സ് ഓഫ് ടീച്ചേഴ്സ്? അടുത്ത ചോദ്യമാണ് സ്വാമിയുടെ. അപ്പം സ്വാമി തന്നെ പറഞ്ഞു 3 types. വാട്ട് ആർ ദേ എന്ന് ചോദ്യം ചോദിക്കുക. അപ്പോൾ അനൂപ് ഇങ്ങനെ പറയുന്നതിന് മുമ്പ് സ്വാമി തന്നെ പറഞ്ഞു, there are 3 types of teachers.
എക്സ്പ്ലൈനിങ് ടീച്ചേഴ്സ്, കംപ്ലൈനിങ് ടീച്ചേഴ്സ്, കംപ്ലൈനിങ് ടീച്ചേഴ്സ്, എക്സ്പ്ലൈനിങ് ടീച്ചേഴ്സ്, ഇൻസ്പയറിംഗ് ടീച്ചേഴ്സ്. 3 ടൈപ്പ് ടീച്ചേഴ്സ് ആണ്. എന്നിട്ട് അടുത്ത ചോദ്യം അനുവിനോട് ചോദിക്കുവാണ്, വാട്ട് ടൈപ്പ് ഓഫ് എ ടീച്ചർ യു ആർ? നീ എന്ത് തരം ടീച്ചറാണ്? ഇപ്പൊ ചോദിച്ചപ്പോഴേ അനൂപ് പറയുന്നത് എനിക്ക് കേൾക്കാം, ഞാൻ അടുത്തിരിക്കുവേണ്ട എക്സ് എന്നുള്ള ഞാൻ കേട്ടു. എക്സ്പ്ലൈനിങ് എന്നുള്ള എക്സ് വരുന്നതിന് മുമ്പ് തന്നെ സ്വാമി പറയാണ് എക്സ്പ്ലൈനിങ് ടൈപ്പ് ഐ നോ, ബി ഇൻസ്പയറിംഗ്. എക്സ്പ്ലെയിനിങ് ടൈപ്പ് ആണെന്ന് എനിക്ക് ഇത് ഞാൻ സ്വാമി പറയുന്നതിന് മുമ്പേ അനൂപ് പറയുന്നത് ഞാൻ കേട്ടത്. അപ്പൊ അത് തന്നെ സ്വാമി പറഞ്ഞത് എക്സ്പ്ലെയിനിങ് ടൈപ്പ് ഐ നോ. ഇത് കഴിഞ്ഞ് പുറകോട്ട് ഞങ്ങൾ ഇരുന്ന റോഡ് 3-4 പുറയിലാണ് അന്ന് ഗോവൻ ഇരുന്നത്. അപ്പൊ ആ പുറകോട്ട് ഞാൻ തിരിഞ്ഞിട്ട് സ്വാമി പറഞ്ഞത് ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്, മാര്യേജ് മേ എന്ന് മാത്രം കേട്ടിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പം ഗോപന പുറയുന്ന എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ആളിന് മനസ്സിലായല്ലോ. അപ്പോൾ കുറേ ഗോപൻ എഴുന്നേറ്റ് വരിക. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ കൈ നിറച്ച് വിഭൂതി ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളോട് പേപ്പറൊക്കെ എടുത്ത് പൊതിഞ്ഞ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വിട്ടു. അപ്പം മാര്യേജ് മേ എന്ന് ഞാൻ കേട്ടല്ലോ. സ്വാമി അത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഗോപനെ വിളിച്ചു, പറഞ്ഞു May 4 കല്യാണം ഗുരുവായൂർ വെച്ചാണ്. ഇത് സ്വാമി എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഞങ്ങളെ പറഞ്ഞ് കളിയാക്കി, നേരത്തെ നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചെങ്കിൽ പോലും ആലോചിച്ച് നോക്കി, ഞാൻ കേട്ടതാണ്. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. നമ്മൾ പുട്ടപർത്തിയിലിരുന്ന് ചെയ്യുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ വീട്ടിലിരുന്ന് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സ്വാമി അറിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫോർ അവർ കൺവീനിയൻസ് വി ബിലീവ് ദാറ്റ് ഭഗവാൻ ഈസ് ഇൻ പുട്ടപർത്തി ഉള്ളി. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭർത്താവിനോട് എങ്ങനെ പെരുമാറുന്നു, ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നു, മക്കളോട് എങ്ങനെ പെരുമാറുന്നു, എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ സഹപാഠികളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ സദാ നിരീക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ഉണ്ട് എന്ന സത്യത്തെ മനസ്സിലാക്കുക. ആ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. ഞാൻ ആദ്യം തുടങ്ങിയ ഒരു കാര്യമുണ്ട്, മറ്റൊരു പ്രശ്നങ്ങളിലും ചെന്നുപെടാതെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഇരിക്കുന്നു. മറ്റൊരുപാട് നമ്മളെയൊക്കെ വലച്ചുകൊണ്ട് പോകാവുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിലോട്ടൊന്നും പോകാതെ സെലക്റ്റഡായി കുറേ പേര് ഇരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ മിഷൻ അതിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള അവസരം നമുക്ക് തരികയാണ്. ഗോവർദ്ധന പർവ്വതത്തെ ചെറിയ വിരലിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഇടയന്മാർ മൊത്തം കമ്പും കൊണ്ട് കുത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കംപ്ലീറ്റ് ഇടയന്മാരും ആ കയ്യിലുള്ള കമ്പ് എടുത്ത് പിടിച്ചിങ്ങനെ കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് കൃഷ്ണന്റെ ചെറുവിരലിലാണ് ഇത് നിൽക്കുന്നത്. അവരുടെയൊക്കെ ഭാവം എന്താണ്? ഈ കമ്പം കുത്തി നിന്ന ഓരോ ഇടയന്മാരുടെയും വിചാരം ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ കുത്തിപ്പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് നിൽക്കുന്നതെന്നാണ്. സ്വാമിയുടെ അവതാര സങ്കല്പം വജ്ര സങ്കല്പമാണ്. അതിനകത്തിൽ ഒരു ബാബുരാജിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തകന്റെയോ സഹായം സ്വാമിക്ക് ആവശ്യമില്ല. സ്വാമിയുടെ മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി ആ മിഷനിലെ ഓരോ സാഹചര്യങ്ങൾ, ഓരോ അവസരങ്ങൾ ഈശ്വരൻ നമുക്ക് തരികയാണ്. നമ്മളുടെ കർമ്മഫലത്തെ മാറ്റാൻ, നമ്മൾ ആത്മാർത്ഥമായി അതിൽ നിൽക്കാൻ, അങ്ങനെയുള്ള അവസരം മാത്രമാണ് നമുക്ക് തരുന്നത്. ആ ഓരോ അവസരങ്ങളും അനിൽകുമാർ സാറിൻ്റെ അടുത്ത് പണ്ട് സ്വാമി പറഞ്ഞതുപോലെ 2 കൈ നിറച്ച് എഴുത്തുമായിട്ട് ആ സ്റ്റെപ്പ് അങ്ങോട്ട് കയറാൻ പറ്റാതെ നിൽക്കുമ്പം അങ്കിയിലൊന്ന് പിടിച്ചോളാൻ പറഞ്ഞു. ആ അങ്കിയിലൊന്ന് പിടിച്ചോളാൻ പറഞ്ഞപ്പം സ്വാമി അനിൽകുമാർ സാറും സ്വാമിയും തമ്മിൽ അർജുനനും ശ്രീകൃഷ്ണനും പോലാണല്ലോ. അപ്പോൾ അനിൽകുമാർ സാർ ചോദിച്ചു, മനസ്സിൽ വിചാരിച്ചു, സ്വാമി അങ്ങക്ക് സാക്ഷാൽ ഈശ്വരൻ എൻ്റെ സഹായം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചപ്പം സ്വാമി അനിൽകുമാർ സാറിന് മറുപടി കൊടുത്തു, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ടായിട്ടല്ല, നിനക്ക് ഞാനൊരു അവസരം തരികയാണ്, വേണമെങ്കിൽ പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ സത്യസായി സേവാ സംഘടനയിലെ ഭജന മുതൽ സർവീസ് ആക്ടിവിറ്റി വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ ഈശ്വരന്റെ മഹാകൃപയാൽ മഹാഭാഗ്യത്താൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളാണ്. ഈ അവസരങ്ങളെ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം, വേണ്ടെങ്കിൽ കളയാം. നമ്മൾ ഓരോരുത്തരും ഏറ്റവും ആത്മാർത്ഥമായി ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുമ്പോൾ നമ്മളിൽ തന്നെയുള്ള മാറ്റമാണ്, നമ്മൾക്കാണ് പ്രയോജനം. സ്വാമി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സേവനം ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഇത് സ്വാമി പറഞ്ഞ കാര്യം ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇത് ഇപ്പോൾ ഇറക്കിയ ആ ഇതിനകത്താണ് 21ാമത്തായിട്ട് അങ്ങോട്ട് കിടക്കുന്നത്, ഞാൻ കണ്ടതാണ് അല്ലേ? ലാസ്റ്റത്തെ അത് വേണ്ടേ, ഞങ്ങൾ പറഞ്ഞേക്കാം. സായി ഡസ് നോട്ട് നീഡ് എനി സർവീസ് ഫ്രം യു. സായിക്ക് നിങ്ങളുടെ ആരുടെയും സേവനം വേണ്ട. ഹിസ് മിഷൻ വിൽ ഗോ ഓൺ വെദർ യു ഡു എനി സർവീസ് ഓർ. നിങ്ങൾ സർവീസ് ചെയ്താലും ചെയ്തില്ലേലും സ്വാമിയുടെ മിഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഐ വിൽ നോട്ട് ഗെയിൻ എനിത്തിങ് ബൈ യുവർ സർവീസ് ഓർ ഐ വിൽ നോട്ട് ലൂസ് എനിത്തിങ് ഇഫ് യു ഡു നോട്ട് സർവീസ്. നിങ്ങൾ സർവീസ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും കിട്ടുകയോ സർവീസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്യത്തില്ല. അത് വളരെ കൃത്യമായ സ്വാമി പറഞ്ഞ കാര്യം. ദ ലോസ് ആൻഡ് ഗെയിൻ ആർ ഓൺലി ഫോർ യു. നഷ്ടവും ലാഭവും നിങ്ങൾക്ക് മാത്രമാണ്.
അപ്പോൾ സത്യസായി സേവാ സംഘം നമ്മൾ എത്രയോ വർഷങ്ങളായി ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെയുള്ള സാധനാ ക്യാമ്പുകൾ സ്ഥിരമായി ഉണ്ടാവണം. ആ സാധനാ ക്യാമ്പുകളിൽ വെച്ചെങ്കിലും സ്വാമി നേരത്തെ പറയുന്നത് പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും കർമ്മവും പ്രാപ്തിയും അനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്നത്. ആ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ നിർബന്ധമാണ്. 1968 മുതലോ എങ്ങാണ്ട് അതിന് മുമ്പ് തൊട്ടേ ഭഗവാൻ പറയുന്നുണ്ടായിരിക്കും. ഭഗവാൻ അന്നും ഇന്നും പറയുന്നതൊക്കെ ഒരേ കാര്യങ്ങളാണ്. അപ്പം അന്ന് മുതൽ തന്നെ സ്വാമി പറയുന്നതാണ്, നമ്മൾ ആധ്യാത്മികമായ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ സാത്വിക ഭക്ഷണം നിർബന്ധമാണ്. സാത്വികമായ ഭക്ഷണം നമ്മൾ കഴിക്കണം. ആ സാത്വിക ഭക്ഷണം എന്ന് പറയുന്നതിനകത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വർജിക്കേണ്ടത് മറ്റൊരു ജീവിയെ ദ്രോഹിച്ച് കഴിക്കുന്ന മാംസഭക്ഷണമാണ്. ആ മാംസഭക്ഷണം എത്ര പേർ ഇന്നും നമ്മളുടെ സായി ഭക്തർ കഴിക്കുന്നുണ്ട്? സ്വാമി പറഞ്ഞതാണ്, ആ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ആ ഈശ്വരൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമോ വേണ്ടയോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ മാംസഭക്ഷണം എന്ന് പറയുന്ന സാധനം നമ്മുടെ നാക്കിലെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്ന ഒരു ഇഞ്ച് സ്ഥലത്ത് മാത്രം നിൽക്കുന്ന കുറേ സാധനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത് കഴിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു ഗുണവുമില്ല എന്ന് ശാസ്ത്രം, നമ്മൾ വിശ്വസിക്കുന്ന ശാസ്ത്രം പറയുന്നുണ്ട്. നമുക്ക് സ്പിരിച്വാലിറ്റിയൊക്കെ കൂടുതൽ ശാസ്ത്രത്തിലാണല്ലോ വിശ്വാസം. അപ്പം ശാസ്ത്രം പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. ശാസ്ത്രം പറയുന്നു ഇത് ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളോട് നമ്മുടെ ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗമാണ് നമ്മളുടെ മനസ്സായി മാറുന്നത്. ആ മനസ്സിൽ നിന്നാണ് ആഗ്രഹങ്ങളും ചിന്തകളും ഉണ്ടാകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തണം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിത കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇടയിൽ ജയദ്രഥനെ വധിക്കാൻ വേണ്ടിയിട്ട് അർജുനനുമായി ശ്രീകൃഷ്ണൻ ഇങ്ങനെ പോകുന്ന സമയം, അർജുനന്റെ തേരാളിയായിരുന്നല്ലോ ശ്രീകൃഷ്ണൻ, പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അർജുനൻ എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജയദ്രഥനെ വധിക്കണം. അതിനുവേണ്ടി പാഞ്ഞു പിടിച്ചു പോവുക. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ഏറ്റവും ദുർഘടമായ സമയത്താണ് അർജുനൻ പറയുകയാണ്, ഭഗവാനെ ഒരു നിമിഷം വണ്ടി ഒന്ന് നിർത്തണം, ഒന്ന് ബ്രേക്ക് ഔട്ടാൻ പറഞ്ഞു. ബ്രേക്ക് ഔട്ടി എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആ കുതിരകൾ നമ്മളെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ യാത്രയാണ്. ആ കുതിരകളുടെ ദേഹത്ത് പറ്റിയിരിക്കുന്ന അമ്പല്ല ഒന്ന് വലിച്ചൂരി അതിന് ചില വെള്ളം കൊടുക്കണം. ഈ സന്ദർഭത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ ചിന്ത നീ എടുത്തോ, ആ ഭഗവാന്റെ ചിന്ത നീ എടുത്തോ എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മുടെ സ്വാർത്ഥമായ കുറച്ച് ചെറിയ ആ രുചിക്ക് വേണ്ടി എത്രയോ ക്രൂരമായിട്ടാണ് ഓരോ ജീവികളെ കൊല്ലപ്പെടുന്നത്. സോമചേട്ടൻ അടുത്ത കാലത്ത് പറഞ്ഞ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. ഒരാള് ഒരു ജീവിയെ കൊല്ലുമ്പോൾ, ഒരു കോഴിയെ ആയാലും ഒരു പശുവിനെ ആയാലും ഒരു കിടാവിനെ ആയാലും ഒരു ആടിനെ ആയാലും വിൽക്കുന്നയാളും കൊല്ലുന്നയാളും പാചകം ചെയ്യുന്നയാളും ഭക്ഷണം കഴിക്കുന്ന ആൾക്കും ഒക്കെ അതിൻ്റെ പാപത്തിൻ്റെ പങ്കുണ്ട്. ഈ പാവങ്ങൾ മുഴുവൻ നമ്മൾ പേറേണ്ടി വരും. ഇതും നമ്മുടെ കർമ്മഫലത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഈ സത്യം കൂടെ ഓർത്തിരിക്കുക. ഈ അധികമായിട്ട് സംസാരിച്ച് ഞാൻ ആദ്യപ്രസംഗിയാവാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാമി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സംസാരിക്കാതെ കുറച്ച് സംസാരിച്ച് കൂടുതൽ പ്രവർത്തിക്കുകയാണ്. അപ്പം സത്യസായി സേവാ സംഘടന ഈസ് ദ അൾട്ടിമേറ്റ് പ്ലാറ്റ്ഫോം ഫോർ അവർ ട്രാൻസ്ഫോർമേഷൻ. നമ്മളുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള വിവിധ വഴികൾ സ്വാമി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്പിരിച്വൽ ആയാലും എഡ്യൂക്കേഷണലായാലും സർവീസ് ആയാലും അതിൽ സേവനത്തിനാണ് ഏറ്റവും പ്രധാനം. സേവനം എന്ന് പറഞ്ഞാൽ സേവനം ചെയ്തു എന്ന് പറയുവാനുള്ള സേവനമല്ല, ഏറ്റവും അർഹതപ്പെട്ട ആളിനാണ് സേവനം ചെയ്യേണ്ടത്. അത് സ്വാമി സത്യസായി സേവാ സംഘടന രൂപീകരിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യസായിയെയും സംഘടനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫാക്ടർ നിസ്വാർത്ഥമായ സേവനമാണ്. ആ സേവ ഇല്ല എങ്കിൽ സത്യസായിയുടെ വഴിക്കും സംഘടനയുടെ വഴിക്കും പോകുമെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം. ഏറ്റവും മാക്സിമം മുതലാക്കുക, ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഉപയോഗപ്പെടുത്താന്ന് പോലുമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് നമ്മൾ മുതലാക്കണം. നമുക്കിതിൽ കൂടുതലൊരു സൗഭാഗ്യം, ഇതിൽ കൂടുതലൊരു ഭാഗ്യം കിട്ടാനില്ല. ഈ കിട്ടിയ അവസരം വെച്ച് ആധ്യാത്മികമായ ഉന്നതി നമ്മൾ മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അതിന് സ്വാമി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സായിരാം.